തുറന്നോളൂ. യെസ്, കണ്ടോ, നമുക്ക് മൊബൈൽ പെട്രോൾ യൂണിറ്റ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാ ഇങ്ങനെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ വലിയ ഇതാണ്, എത്ര രൂപയ്ക്ക് അടിച്ചു എന്നൊക്കെ കറക്റ്റ് കണക്ക് കിട്ടും. എന്നാൽ ഓ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവൻ്റ് വിശേഷം കണ്ടു. അപ്പോൾ ഇത്തവണ ഇവയുടെ സ്വന്തം വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉല്ലാസ് വ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വീണ്ടും ചാലക്കുടിയിൽ തന്നെയാണ്. കാരണം ചാലക്കുടിയിൽ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഇത് ഇവരുടെ സ്വന്തം വർക്ക്ഷോപ്പാണ്. ഇതിൽ ഈ കിടക്കണ മുതൽ ഒരു വണ്ടർഫുൾ മുതലാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് സാധാരണ ഒരു ലൈൻ ബസ്സിനെക്കാട്ടിൽ എത്രയോ മാറ്റങ്ങൾ വരുത്തിയ ഒരു ബസ്സാണ് ഈ ഒരു കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോയി എന്നിട്ട് ഇവിടെ വർക്ക്ഷോപ്പിൻ്റെ വിശേഷങ്ങളെല്ലാം കൂടിയായിട്ട് നമുക്ക് ഫുള്ളായിട്ട് പോവാം. ഓക്കെ. ഓ ഗൈസ്, കണ്ടില്ലേ, സംഗതി ഇതാണ് അതിൻ്റെ ഒരു മാൻട്രിക്ക്. അത് മാത്രമല്ല, അപ്പോൾ ആദ്യത്തെ ഒരു ഇത് കണ്ടില്ലേ, നമ്മൾ ഒരു ബസ്സിലും കണ്ടു. അതായത് നമ്മൾ സാധാരണ ടൂറിസ്റ്റ് ബസ്സിൽ കാണുന്ന ഒരു രീതിയിലുള്ള ഡോർ ഓപ്പണിംഗ് ആണ് നമ്മുടെ ഈ ഒരു 2 ഡോറ് സെറ്റ് ചെയ്തന്നെ. അപ്പോൾ അതൊരു നല്ലൊരു സംഗതി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തെടുക്കണമെങ്കിൽ അത് ഇവരെ കൊണ്ട് തന്നെ കഴിയും. ഓക്കെ. അതുപോലെ തന്നെ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഒരു ലൈൻ ബസ്സിൽ ഇങ്ങനെ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അത് ചില്ലറ അങ്ങനെ, കാരണം കുറേ കറക്കറക്കറേതാവുണ്ട്, ചിലപ്പോൾ സൗണ്ടിൻ്റെ ചെറിയൊരു ഡിഫറൻസ് വരും. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് വന്നിട്ട് നമ്മുടെ CMI പബ്ലിക് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഇത്. അപ്പോൾ നമ്മൾ അവൻ്റെ റിവ്യൂ എടുക്കൽ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ സിസ്റ്റം കണ്ടു. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാ, ഈ പുള്ളിക്കാരനാണ് നമ്മുടെ വണ്ടിയിലത്തെ ഏട്ടനല്ലേ? ഓക്കെ. ഏട്ട പേരെന്താ? പ്രശാന്ത്. എത്ര കാലമായി നമ്മുടെ ഈ ഒരു വണ്ടിയിൽ? 2 വർഷമായി. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്നാൽ വേഗം അങ്ങോട്ട് ചാടി കയറൂ. അപ്പോൾ ചേട്ടൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഓക്കെ 3 ആ ഓണായിക്കോളേട്ടാ. അപ്പോൾ മൂപ്പര് അവിടെ കൈയിട്ടു. ജസ്റ്റ് ഇപ്പോൾ റെഡിയാക്കി തരാം. ഓക്കെ. യെസ്, കണ്ടോ, നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന TV ആണ്. നമ്മൾ സാധാരണ നമ്മളെ ടൂറിസ്റ്റ് ബസ്സിൽ ചിലപ്പോൾ സ്ലൈഡിങ് TVകൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ മുകളിൽ നിന്ന് വരുന്ന TV കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ ഇത് അവിടെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് ഏട്ടാ ക്ലോസ് ചെയ്തോളൂ. അപ്പോൾ ക്ലോസ് ചെയ്യലും സംഗതി ഓട്ടോമാറ്റിക് നമ്മുടെ സ്വിച്ചിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സംഗതി എന്തായാലും ഇതാണ്ടോ, അത് ക്ലോസ് ആക്കി. അപ്പോൾ രണ്ടാമത്തെ കാര്യം കണ്ടില്ലേ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട് ഈ ഒരു വണ്ടിയിൽ, മ്യൂസിക് സിസ്റ്റം. മ്യൂസിക് സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് ഓൺ ആക്കിയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഇതാണ്ടോ 6 സ്പീക്കേഴ്സ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് 3 ഇവിടെയായിട്ട് 3 നമുക്ക് മുകളിലായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അടിയിലായിട്ട് ഇതാ വേറെയും കുറേ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങനെ അവിടെ ഇവിടെയായിട്ട് കുറേ സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ സബ് അടക്കമുള്ള ഒരു അടിപൊളി ബസ്സാണ്. അപ്പോൾ നമ്മുടെ ഒരു രക്ഷയില്ലാത്ത വണ്ടി എന്ന് പറയാം. അതുപോലെ തന്നെ ഇവരുടെ വർക്ക്ഷോപ്പിൽ വേറെയും കുറേ വണ്ടികൾ പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കിടക്കുന്നത് നമ്മുടെ ഒരു Z1 ആണ് മുത്തേ. അപ്പോൾ ഇനി ഇവൻ്റെ ശേഷം ഇവനാണ് ഇനി അടുത്ത് ഇറങ്ങാൻ പോണത്. അതിൻ്റെ മുമ്പ് ഒരു ചുവപ്പ് വണ്ടിയും കൂടി ഇറങ്ങല്ലേ ഏട്ടാ? ഓക്കെ, ഒരു ചുവപ്പ് റെഡ് വണ്ടിയും കൂടി ഇറങ്ങാനുണ്ട്. അപ്പോൾ അവൻ്റെ വിശേഷങ്ങളും നമ്മൾ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പതുക്കെ ഈ ഒരു ബസ്സിൽ നിന്ന് മെല്ലെ ചാടി ഇറങ്ങി, എന്നിട്ട് നമ്മൾ അടുത്ത പരിപാടി കാണിച്ചു തരാം. യെസ്, അപ്പോൾ ചീനിക്കാസിൻ്റെ ഷെഡിലാണ് ഈ ഒരു Z1 ഇവിടെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വർക്ക്ഷോപ്പിലത്തെ ആൾക്കാരാണ്. ഓക്കെ. അപ്പോൾ ഇത് എന്നിട്ട് ഇവരുടെ അടുത്തൊരു പ്രൊജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ശേഷം ഈ ഒരു വണ്ടി എന്ന് നമുക്ക് കരുതാം. ഓക്കെ. അതിൻ്റെ മുമ്പ് റെഡ് വണ്ടി ഓൾറെഡി ഇറങ്ങാണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ പോരാത്തതിനും ഫ്രണ്ടിലായിട്ടൊരു കുട്ടി വണ്ടി കിടക്കുന്നുണ്ട്. അതിൻ്റെ വിശേഷം ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. വേറൊരു വീഡിയോ എന്ന് വെച്ചാൽ ആ വണ്ടി പണി കഴിഞ്ഞിറങ്ങട്ടെ. അതൊരു കുറച്ച് സസ്പെൻസ് ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവർ പണി ഇപ്പോൾ വയർ തട്ടി തറഞ്ഞ് പണിയുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ജസ്റ്റ് പൊളിച്ചിട്ടിട്ടുള്ളൂ. ഫുള്ള് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ടോപ്പ് ലൈറ്റും കാര്യങ്ങളും അങ്ങനെ കണ്ട അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കിയിട്ട് ഇസബെല്ല എന്ന് പേരുണ്ട്. അതുപോലെ തന്നെ ഇവരെ ടൂറിസ്റ്റ് ബസ് ഇസബെല്ലിനും അതുപോലെ തന്നെ ബാക്കി നമ്മുടെ ലൈൻ ബസ്സിന് ഫുള്ള് ചീനിക്കാസും പേരിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഒരു ഇതൊരു ലൈൻ ബസ്സാട്ടോ. ഫുള്ള് പൊളിച്ചിട്ട് ആദ്യം പണിയെടുക്കാൻ വേണ്ടി നിർത്തിയെടുക്കാൻ. അവിടെ വേറൊരു വണ്ടി കിടക്കുന്നുണ്ട്. കണ്ട ഒരു Z1ൻ്റെ ലുക്കാണെങ്കിലും പക്ഷേ Z1 ഒന്നല്ല, വേറെ എന്തൊക്കെയോ രൂപത്തിലാണ് ആ ഒരു വണ്ടി ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ചെറിയൊരു ഹിൻഡ് ഞാൻ തന്നിട്ടില്ലേ. ഓക്കെ. അപ്പോൾ ഇവിടെ ആയിട്ട് വേറെ ലൈൻ ബസ് കിടക്കുന്നുണ്ട്. ഇതും ഫുള്ള് വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഒരു പിക്കപ്പ് വാൻ കിടക്കുന്നുണ്ട്. പെയിൻറ്റിങ് എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ ഇവിടെയൊക്കെ ആയിട്ട് പണി നടക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു സംഗതിയാണ്. കാരണം സ്വന്തം വർക്ക്ഷോപ്പിലിട്ടിട്ട് വണ്ടികൾ പണിയുമ്പോൾ അവർക്കും കുറച്ച് പ്രയോജനമുണ്ട്. അവർക്ക് എന്താ വെച്ചാൽ അവർക്കും കുറച്ച് എളുപ്പമുണ്ട്. അതായത് യാത്രക്കാരുടെ കാര്യമല്ല, പണിക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബസ്സുകളുണ്ട്. അപ്പോൾ
അവിടെ ആ വണ്ടിയിൽ കുറച്ച് വർക്ക് എടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഡിക്കി ലോക്കല്ല, ഡിക്കിയുടെ ലോക്ക് കുറച്ച് മുന്നേ ഒന്ന് പൊട്ടിയിരുന്നു. അപ്പോൾ അത് നേരെയാക്കാൻ ജസ്റ്റ് കൊടുന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വണ്ടി AC വണ്ടിയാണ്, AC പ്രൊവിഷൻ ഉണ്ട്, സൈഡ് എൻജിൻ AC ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അഭിപ്രായം ചോദിച്ചേക്കാം. നമുക്ക് ഇപ്പോഴത്തെ താരം വന്നിട്ട് നമ്മുടെ ഈ ഒരു വണ്ടിയാണ്, ചാലക്കുടി പറവൂർ റൂട്ടിൽ പറഞ്ഞ കൊരട്ടി എളവള്ളൂർ കവല മഞ്ചാലി ചാലക്ക മെഡിക്കൽ കോളേജ് അപ്പോളോ അഡലക്സ്. നമുക്ക് ഇതിൻ്റെ കണ്ടക്ടറേറ്റിൻ്റെ അടുത്ത് തന്നെ വെക്കാം. കണ്ടക്ടറേറ്റോ കൂയി എവിടെ, എങ്ങനെയുണ്ട്? ആയിക്കോട്ടെ, മൂപ്പരെ നമുക്ക് എന്തായാലും കാണിക്കാം. എങ്ങനെയുണ്ട് ഇപ്പോൾ യാത്രക്കാരിൽ നിന്നൊരു പ്രതികരണം കാര്യങ്ങളൊക്കെ? നല്ല പ്രതികരണം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡോറിൻ്റെ കാര്യത്തിലൊക്കെ ആൾക്കാർ സാറ്റിസ്ഫൈഡ്? അതെ. അപ്പോൾ ഡ്രൈവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ? ഇല്ല അല്ലേ, എയർ ഡോറാണ്. അപ്പോൾ ഫുള്ളി അസിസ്റ്റാണ് മൂപ്പരക്കായിട്ട്. അപ്പോൾ അതിൻ്റെ നോബും കാര്യങ്ങളൊക്കെ ഇതാണ്ടോ ആ ഇരിക്കുന്നതാണ് നമ്മുടെ എയർ ഡോർ സിസ്റ്റം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കടന്നിട്ട് കാണിച്ചു തരാം അമ്മേ. അപ്പോൾ വണ്ടി നമുക്ക് ഇത് ബാക്കിയുള്ള ഡോറുകൾ നമുക്ക് ഇങ്ങനെയാണ്, പക്ഷേ ഈ സൈഡിലേക്ക് തുറക്കണ പോലത്തെ ഡോർ നമ്മൾ സാധാരണ ടൂറിസ്റ്റ് ബസ്സിൽ കണ്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലോസിങ് സ്വിച്ച്. ഇതിങ്ങനെ വയ്ക്കുക. അത് ഇതാണ്ടോ ഫ്രണ്ട് ഡോറ് ക്ലോസ് ചെയ്ത് വയ്ക്കുക, ഓപ്പൺ ആക്കി. അപ്പോൾ അങ്ങനെ ഇത് ഫ്രണ്ടത്തെയും ഇത് ബാക്കത്തെയാണ്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ മറ്റേ സ്വിച്ച് വരുന്നത്, അതായത് നമ്മൾ ടിവിയുടെ സ്വിച്ച് ഈ ഒരു കാണാനാണ്. അപ്പോൾ ഇത് ഇതാക്കി, ഇത് വേറെ സ്വിച്ച് ഓൺ ആക്കണം ചേട്ടാ. ഓക്കെ, കറുപ്പ് താഴത്തേക്ക് ആക്കി എന്നിട്ട് ജസ്റ്റ് ഇതുണ്ടോ ഈ ഒരു രീതിയിലാക്കിയ. ഓക്കെ, അതെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇത് മോളിക്കാക്കി ജസ്റ്റ് ഇങ്ങനെ മോളിക്കാക്കി ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാം, ഫുള്ളാക്കണമെങ്കിൽ ജസ്റ്റ് ഫുള്ളാക്കുക. യെസ്, അത് കയറി എന്നിട്ട് അത് സെറ്റാക്കി. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതവിടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യം ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ആംപ്ലിഫയർ സോണി എക്സ്പ്ലോറിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചീനിക്കാസിൻ്റെ ഇത് ഫുൾ ഇന്റീരിയർ ഈ വർക്ക്ഷോപ്പിൽ തന്നെയല്ലേ പണിത്? എല്ലാ വണ്ടികളും ഈ വർക്ക്ഷോപ്പിലാണ് അല്ലേ? അതെ. അപ്പോൾ ഈ വണ്ടി എല്ലാ വണ്ടിയും വരെ കൂടുതലും ഇവിടെ തന്നെയാണ് പണിയെടുക്കാറ്. അതുപോലെ തന്നെ നമ്മുടെ ആ വണ്ടികളൊക്കെ പണിത് ചേട്ടന്മാർ ഇവിടെ അടിയിൽ വർക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അവരെ വർക്ക് കഴിഞ്ഞിട്ട് അവരെയും കൂടി ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും. കാരണം നമ്മളുടെ സാധാരണ എല്ലാവരും പെയിൻറ്റർമാരെയും ബാക്കി വർക്ക്ഷോപ്പിലെ ആൾക്കാരെല്ലാവരെയും കാണിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളും കാണിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാ വീഡിയോയിലും വർക്ക്ഷോപ്പ് വീഡിയോ എല്ലാം ചെയ്യുമ്പോഴും നമ്മൾ എന്തായാലും കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു തവണ നമ്മൾ അവർ മിസ് ചെയ്യില്ല, എന്തായാലും അവരെയും കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാരണം അവരാണ് നമ്മുടെ നെടുന്തൂണ്. കാരണം നമ്മളൊരു ഐഡിയ പറഞ്ഞാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുപെടുന്നത്. അപ്പോൾ അവരെന്തായാലും നമുക്ക് കാണിക്കണം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒരു സെഡ് കൊണ്ട് വന്നിട്ട് നമ്മൾ റൗണ്ട് ഹെഡ്ലൈറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ കാണിച്ചു തന്നു. ഇനി ഈ വണ്ടിയോ ഫുള്ള് വേറെ ഡിസൈനിൽ ഫുള്ള് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ മുന്നേ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു സംഗതി ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വെൽഡ് ചെയ്തിട്ട് ഫുള്ള് ഇതാക്കി. ഇനി ഇതിൻ്റെ മുകളിൽ പൊട്ടിയിടും. അതുപോലെ തന്നെ ഇവിടെ ഡിസൈനുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ന്യൂ മോഡലാക്കിയിട്ട് വണ്ടി ഇറക്കും. അതൊക്കെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ മെറ്റൽ ബോഡിയിൽ എന്ത് വേണേലും കലാവിരുന്ന് നടത്താനുള്ള രീതിയാണ് ഇതിൽ. ഓ ഗൈസ്, അപ്പോൾ സംഗതി ഇതാണ്ടോ നമ്മുടെ വണ്ടിക്ക് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ടടക്കം ഇവിടെ എല്ലാ വണ്ടികൾക്കും ഇങ്ങനെ ഈ ഒരു ടാങ്കർ വിളിച്ചിട്ടാണ് സംഗതി എണ്ണ അടിക്കുക. അത് മൊബൈൽ പെട്രോൾ യൂണിറ്റ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാ ഇങ്ങനെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ ഇതാണ് എത്ര രൂപയ്ക്ക് അടിച്ചു എന്നൊക്കെ കറക്റ്റ് കണക്ക് കിട്ടും. എന്നാലും നല്ലൊരു കാര്യമാണ്. ഇതാ ഇവിടെ ഫുൾ ടാങ്ക് അടിക്കുന്നത്. മൂപ്പരാണ് ഇതിൻ്റെ ഡ്രൈവർ അല്ലേ? മൂപ്പരല്ലേ അല്ലേ? എന്താ ഒന്ന് ചെറിക്കോ? പണി കളയില്ല. അപ്പോൾ അവർ എണ്ണ അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവരുടെ എല്ലാ കാരണം ഒരുപാട് ബസ്സുള്ള കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു സംഗതികൾ വളരെ ഉപകാരമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ എണ്ണ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഡിക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡിക്കി വർക്കിൻ്റെ ഇടയിൽ ഇതാ മൂപ്പരാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഓൾ ഇൻ ആൾ. ഹലോ, പേര് പറയൂ. സുനോജ്. അപ്പോൾ സുനോജ് ചേട്ടാ എത്ര കാലമായി ഈ ഒരു വർക്ക്ഷോപ്പിൽ? 20 വർഷമൊക്കെ ആയോ? ഓ, അപ്പോൾ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. മൂപ്പരാണ് ഇവിടുത്തെ ഈ എല്ലാ വണ്ടികളും മൂപ്പരാണ് ഏകദേശമൊക്കെ പണിയെടുക്കുന്നത് അല്ലേ? അതെ, മൂപ്പരുടെ കയ്യിലാണ് എല്ലാ വണ്ടികളുടെയും കളി. മൂപ്പർ ഓരോ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്നത് മൂപ്പർ
കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യല്ലേ? നല്ല പടക്കലാണ്. ഇവിടെ മാത്രല്ല വേറെ സ്ഥലത്ത് നമ്മള് വേറെ ലെവലാണ് കേട്ടത്. ഇവിടെ 2 കൊല്ലമായി. ബാക്കിയുള്ള ഫീൽഡിലൊക്കെ ആയിട്ട് കുറെ വർഷമായി. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ വർക്കുകളെ കുറിച്ചിട്ടൊക്കെ? എങ്ങനെ? അതെ, ടൂറിസ്റ്റ് വണ്ടികളെ പറ്റിട്ടോ. ഞാൻ മെയിനായിട്ട് ടൂറിസ്റ്റ് ബസ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ മെയിനായിട്ട് അതല്ലേ ചോദിക്കാം. അപ്പോ അടിപൊളിയാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അവിടെ ബാക്കിൽ ഒരു വണ്ടി പണിയെടുക്കുന്നുണ്ട്. അതിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഫുള്ളായിട്ട് അടിപൊളിയാക്കുവോ? ഓക്കെ. കൈപ്പണിയാണ്. അതെ, ഫൈബർ വർക്കൊന്നല്ല, ഫുള്ള് മെറ്റലും ഉണ്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു നോട്ടം കണ്ടോളൂ. മെറ്റൽ കൊണ്ട് പണിയെടുപ്പിക്കണ വണ്ടിയാണ്. അപ്പോൾ അടുത്ത മാനേജർമാരൊക്കെ ഭയങ്കര ഇതാണ്. മൂപ്പരെ പേരെന്താ? ടോജി എന്നാണ്. എത്ര വർഷമായി? സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറെ മാനേജറും ഉണ്ട്, മൂപ്പര് അവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു വണ്ടി പ്രസ്ഥാനം കൊണ്ടു നടക്കാണ്ട്. മുതലാളിയെ കിട്ടിയില്ല. മുതലാളി എവിടെ പോയി? മിസ്സിങ് ആണല്ലേ? മുതലാളി മിസ്സിങ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ പാടായിട്ട് അങ്ങനെ ഇത് ഈ ഒരു വണ്ടി 6000 ലിറ്റർ കപ്പാസിറ്റി കേട്ടോ. 6000 ലിറ്റർ ഓഫ് കപ്പാസിറ്റി ആയിട്ട് ഇത് കാണിക്കുന്നുണ്ട്. ഇത് വേറൊരു മാനേജറാണെന്ന് പറയാം. എന്താ പേര്? മെൽജോ. അപ്പോൾ എത്ര കാലമായി ഇവിടെ? തുടങ്ങുമ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ആ ഒരു വണ്ടി എണ്ണടിച്ച് പോയി. അതാണ് ഒക്കെ ചടപടയുള്ള പരിപാടി. ഒക്കെ ലൈൻ വണ്ടികളായത് കാരണം നമുക്ക് നിർത്തിയിടാനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ ചടപടയെന്ന് എണ്ണടിക്കാൻ പോവുക ആ രീതിയിലാണ്. അപ്പോൾ ഇവിടെ ആയിട്ടും ഇതാണ്ടോ ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ വേറെ രക്ഷയില്ലാത്ത വണ്ടിയാണ് പണി തന്നെ. എന്തായാലും നല്ല അടിപൊളി വൃത്തിയായിട്ടുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ശശിയേട്ടോ കണ്ടോ സ്റ്റെപ്പൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശശിയേട്ടനാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലത്തെ വുഡ് വർക്കിങ്ങിൻ്റെ ഒക്കെ മെയിൻ ആശൻ എന്നൊക്കെ പറയാം. മൂപ്പര് പക്ഷേ എന്താ പറയുക, പ്രശംസയിൽ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. മൂപ്പര് നേരെ കാണട്ടെ. കറക്റ്റായിട്ട് കാണുന്നുണ്ട്. മൂപ്പര് പേരെന്താ? സതീഷേട്ടനും കുറേ കാലം ഇവിടെ. പെയിന്റ് ആണോ മെയിനായിട്ട്? ബോഡി വർക്ക്. അപ്പോൾ ബോഡി വർക്കിലാണ് ആയിട്ട്. അപ്പോൾ പെയിന്റിങ്ങിൻ്റെ ആളവിടെ? മൂപ്പരൊന്ന് ലീവാണ്. അപ്പോൾ കുഴപ്പമില്ല. ബാക്കിയുള്ളവരെ ആയിട്ട് അവിടെയും ഫുൾ വർക്ക് എടുത്തിട്ടുണ്ട്. ഈ വണ്ടി ഫുൾ വർക്ക് എടുക്കാൻ വേണ്ടി വന്നിറക്കാണല്ലേ? ഈ വണ്ടി ഫുൾ വർക്കാണല്ലേ? ഹാഫ്. ഇപ്പോൾ പകുതി വർക്ക്. കുറേയൊക്കെ സെൻറ്ററായിട്ട് അലുമിനിയം പ്ലാറ്റ്ഫോം, ബാക്കി ആളിരിക്കുന്നോടത്ത് മറ്റേ നമ്മുടെ പ്ലൈവുഡൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് പുതിയ മറ്റേ ഇതൊക്കെ ഇട്ടുണ്ട്. എന്തായാലും അടിപൊളിയാക്കിയിട്ടുണ്ട്. വണ്ടി അടിപൊളിയായിട്ട് ഇറങ്ങുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കിയുള്ളവരൊക്കെ ഫുൾ ബിസി വർക്കിലാണ്. ഈ കിടക്കുന്നതാണ് ഞാൻ പറഞ്ഞ ആ സസ്പെൻസ് ഉള്ള മുതൽ. സംഗതി നമ്മുടെ 34 സീറ്റാണ് ഈ ഒരു വണ്ടി വരുന്നത്. അപ്പോൾ അത് വർക്ക് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഇതിൻ്റെ ഓഡിയോ കറക്റ്റ് ആയില്ല. അത് കാരണം വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം വന്നിട്ട് Z1 എന്നുള്ള രൂപത്തിൽ ഇത് കണ്ടില്ലേ, Z1ൻ്റെ ബാക്ക് ഗ്ലാസ് എന്നുള്ള രീതിയിലൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ബാക്കിയുള്ള ഇതും കൂടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഫ്രണ്ടിലത്തെ ഭാഗം എന്താ, ഡോർ ഭാഗം ഈ ഒരു രീതിയിൽ ഡോർ അയച്ചു വെച്ചിരിക്കുകയാണ്. ഫ്രണ്ട് ഫുള്ളായിട്ട് Z1ൻ്റെ ഹെഡ്ലൈറ്റ് എന്നുള്ള രീതി, Z1 അല്ലേ എന്ന വേറെ രീതിയാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ സ്റ്റെപ്പൊക്കെ നല്ല അടിപൊളി പുതിയ സ്റ്റീൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയറുടെ വശം നോക്കുകയാണെങ്കിൽ നല്ല ടോപ്പായിട്ട് അതായത് ഫുൾ റിമൂവ് ചെയ്തിട്ട് ആദ്യം റീബിൽഡ് ചെയ്യാനുള്ള രീതിയിലാണ് ഇവർ ഫുള്ള് പണി തന്നെ. എന്താ അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിലത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശമുണ്ടെങ്കിൽ തൊട്ടായ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അവരവിടെയൊക്കെ തകൃതിയായിട്ട് വർക്കിങ്ങിലാണ്. ഇതവിടെ ബാക്കിയുള്ള ചേട്ടന്മാരും മാനേജർമാരും എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത്. തൊട്ട് താഴെ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുത്ത ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. സോ നമ്മളുടെ ഈ ഒരു വർക്ക്ഷോപ്പ് വന്നിട്ട് ഇതാ കറക്റ്റായിട്ട് നമ്മുടെ CMI പബ്ലിക് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ തൊട്ട് താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള വണ്ടികളും പണിയെടുക്കില്ലേ? ഇതുവരെ എടുത്തിട്ടില്ല. അതെ, ഇനി വേണമെങ്കിൽ വന്നാൽ എടുക്കാൻ അത്രേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് തന്നെ ഉണ്ട് അത്യാവശ്യം വണ്ടികൾ വേണ്ടിയെടുക്കുക. ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. വർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇനി ഇവൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുക. ഇവൻ്റെ വീഡിയോ വന്നതിന് ശേഷം നമ്മുടെ ഈ വർക്ക്ഷോപ്പിൻ്റെ വീഡിയോ വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതുപുത്തൻ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരും വരെ ബൈ, ടേക്ക് കെയർ, സൈനിങ് ഓഫ്.